2K കിഡ്സ് അങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ അവരെ വിളിക്കുന്നത്. ആൻഡ് തന്ത വൈബ്. എന്താണ് സത്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? റീൽസിൽ കാണുന്നതാണ് സത്യമെന്ന്. റിയൽ ജീവിതത്തിലുള്ള ആളുകൾ പറയുന്നത് ശരിയല്ലെന്നുള്ള തെറ്റിദ്ധാരണയിൽ കഴിയുന്നത്. ഇതിലേതാ സത്യം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഹലൂസിനേഷൻസിലാണ് കുട്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗൾഫിലൊന്നും ആളുകൾ എന്താ തോന്നിയ ദിവസം കാണിക്കാത്ത, സ്ത്രീകളെ ഉപദ്രവിക്കത്തില്ല, അല്ലെങ്കിൽ നല്ല ആളുകളായിട്ട് തല വെട്ടുമെന്നുള്ളതുകൊണ്ടല്ല. പണ്ടൊക്കെ നമുക്കൊരു പെണ്ണിനോട് ഇഷ്ടം പറഞ്ഞു, ആ പെണ്ണ് വേണ്ടാന്ന് പറഞ്ഞാൽ എടുക്കുന്ന ഒരു ടൈമുണ്ട്. ഇപ്പം ഇല്ല, മെസ്സേജ് അയച്ചു, ഉണ്ടോ, ഇല്ല. കാരണം അവന് ഒരു തെറ്റ് ചെയ്താൽ തിരിച്ചടി കിട്ടുമെന്ന് ഭയമില്ല. സഹിക്കുകയാണ് മാതാപിതാക്കൾ, എന്നിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക. നമ്മളൊരു കെട്ട കാലത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. 2K കിഡ്സ് അങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ അവരെ വിളിക്കുന്നത്. ആൻഡ് തന്ത വൈബ്. 2K കിഡ്സ് വേഴ്സസ് തന്ത വൈബ്. ഒരു അധ്യാപിക, ഞാൻ കഴിഞ്ഞ ദിവസം ഈ 2K കിഡ്സിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് അത്യാവശ്യം പല വെബ് പേജുകളിലൊക്കെ അത് ആർട്ടിക്കിളായിട്ട് വന്നിരുന്നു. നമ്മളെയൊക്കെ എന്നെ ആയാലും അങ്ങേ ആയാലും ഒക്കെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരൊന്നും നമ്മൾ മറന്നിട്ടില്ല. അവർ തന്ന ചൂരൽ കഷായത്തിന്റെ ചൂടൊന്നും ഇപ്പോഴും നമ്മൾ മറന്നിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ വൈഫ് അധ്യാപിക ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു രീതി എനിക്ക് മനസ്സിലാവും. അവർക്കൊരു കുട്ടിയെ വഴക്ക് പറയാൻ പോലും പേടിയാണ്. ഇന്നലെ ഞാൻ പനമ്പള്ളികളിലൂടെ ഞാൻ വൈഫും കൂടി പോകുമ്പോൾ എന്നെ ഒരു തമിഴ്നാട്ടുകാരനായ ഒരു കച്ചവടക്കാരനെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ മകനെ സ്കൂളിൽ കൊണ്ട് ചേർത്തു. ആദ്യത്തെ ദിവസം തന്നെ ഇവന് എന്തെങ്കിലും അറിയുമോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്തി. പിറ്റേന്ന് ഈ അച്ഛൻ വന്നിട്ട് വഴക്കുണ്ടാക്കിയിട്ട് കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി. അതായത് ടീച്ചർമാർക്ക് ഒരു സ്വാതന്ത്ര്യവും കുട്ടികൾക്ക് മേലെ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഈ പല വാർത്തകളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ന്യൂസ് ചാനലിൽ നിൽക്കുന്ന സമയത്ത് പലരും വിളിക്കും, എൻ്റെ കുട്ടിയെ ഇന്ന അധ്യാപിക അടിച്ചു, വാർത്തയാക്കണം. ഞാൻ അങ്ങനെ ഒന്നും തൊട്ടിട്ടില്ല കേട്ടോ. മാധ്യമങ്ങൾക്ക് അതിലൊരു പങ്കുണ്ട് എന്ന് ഞാൻ പറയും. ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ തന്നെ ഇത് വാർത്തയാക്കുന്ന ഒരു സാഹചര്യം. എന്താണ് സത്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മളടുക്കൽ കൗൺസിലിങ്ങിനൊക്കെ കുട്ടികളെ കൊണ്ട് വരും. അപ്പോൾ പലതും അങ്ങേയറ്റം വഷളായി പ്രശ്നം ഒരിക്കലും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലാണ് പലതും വരുന്നത്. തുടങ്ങുമ്പോഴേ വരുന്നില്ല. ഇത് ഒരു പരിധി വരെ ഈ പേരൻറ്റിങ്ങിൻ്റെ കുഴപ്പം തന്നെയാണ്. നമ്മളെന്തുകൊണ്ട് ഇങ്ങനെയായി? നമ്മൾ കുറച്ചൊക്കെ പ്രായമുള്ളവരെ ബഹുമാനം, കുറെ കാര്യങ്ങളൊക്കെ പക്വതയും ഇതോടും കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാലും നമ്മൾ വന്ന വഴിയിൽ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ നമ്മളെങ്ങനെ കറക്റ്റായി എന്നുള്ളതാണ്. പറ്റുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു അന്നേരം. നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാനും രോഹിതും അടങ്ങുന്ന ഒരു സമൂഹം ഈ കുട്ടികളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ശരിയാ. നമ്മളെ കറക്റ്റ് ചെയ്യുന്ന ഒരു സമൂഹം അങ്ങനെ ഉണ്ടായിരുന്നു. അത് ഈ പുതുതായിട്ട് വരുന്ന കുട്ടികൾ ബ്ലാങ്ക് ആയിട്ടാണ് വരുന്നത്. അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായില്ലേ കയ്യിൽ നിന്ന് പോകും. കാരണം നമ്മൾ വന്ന ലോകമല്ല. 50 വർഷം കൊണ്ട് 1000 വർഷത്തെ വളർച്ചയാണ് വന്നേക്കുന്നത്. അതിന് മുമ്പുള്ള 1000 വർഷം കൊണ്ടുണ്ടായ വളർച്ചയാണ് സമൂഹത്തിൽ 50 വർഷം കൊണ്ടുണ്ടായിട്ടുള്ളത്. ടെക്നോളജി ആയാലും എല്ലായിടത്തും വെച്ച് നോക്കി. അപ്പം പണ്ട് അറിവിന് വേണ്ടി നമുക്ക് മുതിർന്നവരല്ലാതെ ഒരു സോഴ്സും ഇല്ല. ഇന്ന് പയ്യൻ നമ്മളോട് പറയും, ഗൂഗിളിനകത്ത് കുത്തിയിട്ട്, അച്ഛാ അങ്ങനല്ല, ഇതിങ്ങനെയാണ് അല്ലേ. അറിവിന് വേണ്ടി അവർക്ക് നമ്മളെ ആശ്രയിക്കേണ്ട കാര്യമില്ല എന്നുള്ള തെറ്റിദ്ധാരണ. ശരിയായ കുറെ പ്രാക്ടിക്കൽ നോളജ് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടത്തുള്ളൂ. പക്ഷെ അതല്ല യഥാർത്ഥ അറിവെന്ന് വിചാരിച്ചിട്ട് ഈ ജ്ഞാനമല്ല വിജ്ഞാനമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഗൂഗിളിനകത്ത് പോയിട്ട് എനിക്കെല്ലാം അറിയാമെന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നിൽക്കുന്ന അതീന്ന് പറയുന്നത് റീൽസിൽ കാണുന്നതാണ് സത്യമെന്ന്. റിയൽ ജീവിതത്തിലുള്ള ആളുകൾ പറയുന്നത് ശരിയല്ലെന്നുള്ള തെറ്റിദ്ധാരണയിൽ കഴിയുന്നത്. ഇതിലേതാ സത്യം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഹലൂസിനേഷൻസിലാണ് കുട്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം പ്രായമുള്ളവർക്ക് ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം അതായത് നമ്മുടെ കാലഘട്ടത്തിൽ ഈ മൊബൈലൊന്നുമില്ല. നമ്മൾ കണ്ടുവന്ന ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ ഡീൽ ചെയ്യാൻ നോക്കുമ്പോൾ ഇത് ഫെയിലിയർ ആവുന്നു. കാലം മാറി, അതിനനുസരിച്ച് ഇതിലെ മെത്തേഡ്സിൽ മാറ്റം വരണം. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഇന്ന് ഈ ഒരു ദിവസം തന്നെ ചുറ്റിയടിച്ച് കുറേ പേരെ കൊല്ലുന്ന, കഞ്ചാവ് അടിച്ച് അച്ഛനെയും അമ്മയും കഴുത്തറുത്ത് കൊല്ലുന്ന
ഒരു സമൂഹത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്ന അവരെ അങ്ങനെ ആക്കിയത് ആരാണ്? നമ്മളാണ്. സമൂഹത്തിൽ എല്ലാവർക്കും അതിനകത്ത് പങ്കുണ്ട്. സമൂഹം ഇതിനെക്കുറിച്ച് പഠിക്കുന്നില്ല ശരിയായ രീതിയിൽ. പേരൻറ്റിങ്ങിൻ്റെ അഭാവമാണ് ഇതിനകത്ത് ഒന്നാമത്തെ പ്രതി. കുട്ടികളെ എങ്ങനെ വളർത്തണം? അധ്യാപകർക്ക് ചൂരലെടുക്കല്ലെന്ന് നമ്മൾ പറയുന്നു. അധ്യാപകർ കുറേ പിള്ളേരെ പേടിയുണ്ടായിരുന്നു, അപ്പോൾ കുറേ അത് പോയി. അപ്പോൾ ഈ ഉത്തരവാദിത്വം മുഴുവൻ എങ്ങോട്ട് വന്നു? പേരൻറ്റിങ്ങിലേക്ക് വന്നു. ആ പേരൻറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമേ ചെയ്യേണ്ട കാര്യം വലുതായിട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇത് പറ്റത്തില്ല. അത് ഈ അടയ്ക്കാമരമായ കൈ വെക്കാൻ മടി വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കേട്ടാണ്. അടയ്ക്കായ മടി വെക്കാം. അപ്പോൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് തിരിച്ചടിയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ഒരാളെ ബോധവാനാക്കുന്നത്. ഒന്നാമത്തെ കാര്യം. ഗൾഫിലൊന്നും ആളുകൾ എന്താ തോന്നിയ ദിവസം കാണിക്കാത്ത, സ്ത്രീകളെ ഉപദ്രവിക്കത്തില്ല, അല്ലെങ്കിൽ നല്ല ആളുകളായിട്ട് തല വെട്ടുമെന്നുള്ളതുകൊണ്ടല്ല, നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റായതുകൊണ്ട്. ഭയം കൂടിയാലേ ഉള്ളു പ്രശ്നം. ഭയം ഒരളവ് വരെ ഇല്ലെങ്കിൽ അവിടെ അരാജകത്വം ഉണ്ടാവും. അത് എല്ലാ സൊസൈറ്റിയിലും ഹിസ്റ്ററിയിലും അത് ഉണ്ടായിട്ടുണ്ട്. ഒരു ഭരണകൂടം ഇല്ലാത്ത രാജ്യങ്ങളിൽ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നു. ഭയമാണ്, എല്ലാവരും ഭയത്തിലാണ്. കാരണം ആർക്കും ആരെയും ഭയമില്ല എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും ഭയത്തിലാണ്. ആരും ആരെയും വേണേലും കൊല്ലാം, എപ്പോൾ വേണേലും. ഭരണകൂടമില്ല, അതുകൊണ്ട് എല്ലാവരും ഭയത്തിലാണ്. പക്ഷെ ആർക്കും ഒരു കണക്കിന് ആർക്കും ഭയമില്ലാതെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോകുന്ന കുട്ടികൾ. കാരണം എന്താ പറയുക, തിരിച്ചടിയെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല, അതിന് ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അടി കൊണ്ട് വളർന്ന കുട്ടികൾ ആരും ഒരു വലിയൊരു ശതമാനം മോശമായിട്ടില്ല. അടി കൊള്ളാതെ വളർന്ന കുട്ടികളാണ് മോശമാവുന്നത് വേണ്ടതിന്. അത് ഓവറാകുമ്പോഴാണ് പ്രശ്നം. കാരണം മാതാപിതാക്കളായാലും അധ്യാപകരായാലും അവരുടെ വീട്ടിലുള്ള ഭാര്യയും ഭർത്താവായിട്ടുള്ള അടിയിലുള്ള വാശിയും ദേഷ്യമൊക്കെ ഉള്ളി വെച്ചുകൊണ്ടിരിക്കുന്നത് കൂടെ ഈ അടിക്കകത്ത് പിള്ളേരുടെ മേലിൽ തീർക്കുന്ന അവസ്ഥയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഒരു മിനിമം ലെവലിൽ ഇതൊക്കെ ആവശ്യമായിരുന്നു. അപ്പം ശിക്ഷ കൊടുക്കാൻ പാടില്ല കുട്ടികളെ. കാരണം ഇപ്പം ഞാൻ ഒരുപാട് അടിയൊക്കെ കിട്ടി വളർന്ന ആളാണെങ്കിൽ ആവശ്യമില്ലാത്തതിന് എനിക്ക് കുറേ അടിയിട്ട് കാണും. അപ്പം എൻ്റെ മനസ്സിൽ ഇത് കിടന്നിട്ട് ഞാൻ എൻ്റെ കുട്ടികളെ ആധുനിക കാലഘട്ടത്തിൽ അവരെ അടിക്കാൻ പാടില്ല, അവരെ വ്യക്തികളായിട്ട് കാണണം എന്ന് പറഞ്ഞ് ഒരു ഓവർ പാരൻറ്റിങ് ക്ലാസ്സുകളൊക്കെ പലയിടത്തും നടക്കുന്നു. അവരെ കുട്ടികളെ അടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ക്ലാസ്സുകളൊക്കെ നടക്കും. അപ്പം സ്വാഭാവികമായിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഒരു വിഭാഗം കുട്ടികളെ നാം അറുവഷളന്മാരാക്കി മാറ്റുന്നുണ്ട്. കാരണം അവന് ഒരു തെറ്റ് ചെയ്താൽ തിരിച്ചടി കിട്ടുമെന്ന് ഭയമില്ല. സഹിക്കുകയാണ് മാതാപിതാക്കൾ. എന്നിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക. ഇല്ലേ അവൻ പേടിപ്പിക്കും. എനിക്കൊരു മൊബൈൽ കിട്ടിയില്ല, ഞാൻ തൂങ്ങി മരിക്കുമെന്ന് പേടിപ്പിക്കുന്നു, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്നു, അടി കൊടുക്കുന്നു, പ്രശ്നം. അപ്പം അങ്ങ് വാങ്ങിച്ചു കൊടുക്കും. ഇങ്ങനെയെല്ലാം സാധിച്ച് അപ്പം ഇതൊരു ഇതായി. അങ്ങനെയെല്ലാം സാധിച്ച് വളർത്തുമ്പോൾ ഇതെങ്ങനെ ആര് തരുന്നു, തരുന്നവരെന്ത് ബുദ്ധിമുട്ടിയാണ് തരുന്നത്, ഇതൊന്നും അറിയണ്ട. ഈ വീഡിയോ ഗെയിമിനകത്തൊക്കെ ഇങ്ങനെ വെടിവെച്ച് പോവാണ്. അപ്പം ഇതൊരു രസം, ഇതെവിടെയെങ്കിലും പരീക്ഷിക്കണം. തിരിച്ച് ഒരു സംഭവം ഉണ്ടെന്ന് അറിയത്തില്ല. നമ്മളിങ്ങനെ ചെയ്താൽ തിരിച്ചടി വരുമെന്നുള്ള സാധനം ഇല്ലല്ലോ അവൻ്റെ മൈൻഡിൽ. അതിനകത്തിലും അവന് കിട്ടുന്ന ട്രെയിനിങ് അതാണ്. സിനിമയോ അല്ലെ മറ്റ് സംവിധാനങ്ങളിലോ കാണിക്കുന്ന വയലൻസുകൾ, ഇതൊക്കെ കാണിക്കുന്നത് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ്. തിരിച്ചടി വരുന്നില്ല, അതിൽ നിയമമില്ലല്ലോ, തിരിച്ചടി വരുന്നില്ല. സോഷ്യൽ മീഡിയയിലല്ല. പ്ലസ് മൈൻഡ് പ്രിപ്പയർ ആവുന്നില്ല. പണ്ടൊക്കെ നമുക്കൊരു പെണ്ണിനോട് ഇഷ്ടം പറഞ്ഞു, ആ പെണ്ണ് വേണ്ടാന്ന് പറഞ്ഞാൽ എടുക്കുന്ന ടൈമുണ്ട്. നമ്മൾ കാത്തു നിരുന്ന് നമ്മൾ ലെറ്ററൊക്കെ കൊടുത്ത് പാടുപെട്ട് കണ്ട് അവസാനം നോ പറയുന്നു. നമ്മൾ അപ്പോഴത്തേക്കും പ്രിപ്പയർ ആവും നമ്മുടെ മൈൻഡ്. നോ പറഞ്ഞാൽ എന്താവും എന്നുള്ള ഒരു ടൈം നമുക്ക് കിട്ടും. ഇപ്പം ഇല്ല, മെസ്സേജ് അയച്ചു, ഉണ്ടോ, ഇല്ല. അപ്പം മൈൻഡ് ഇതിനൊന്നും പ്രിപ്പയർ ആവുന്നതിൽ ഫാസ്റ്റായിട്ട് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അത് യോജിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അപ്പോൾ ഇമോഷണലാവും. ഒട്ടും ബോധമില്ലാതുള്ള പ്രവൃത്തികൾ. ഒരു ബോധമില്ലാത്തവരായിട്ട് വളരെയാണ് കുട്ടികൾ. ശിക്ഷ ആര് കൊടുക്കുമെന്ന ചോദ്യം. ഇതിന് ട്രെയിനിങ് ആര് കൊടുക്കും? അധ്യാപകർ കൊടുക്കത്തില്ല. കാരണം ഒരടി അടിച്ചു കഴിഞ്ഞാൽ കേസാണ്. പിറ്റേന്ന് അധ്യാപകൻ ആലോചിക്കുക, അവന് വേണ്ടാത്ത പിന്നെ നമുക്കെന്താ, അച്ഛനും അമ്മയ്ക്കും വേണ്ടാത്ത നമുക്കെന്താ. ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നു. ആരാണ് ഇത് കറക്റ്റ് ചെയ്യേണ്ടത്? വീട്ടിലുള്ള
കുട്ടികളെ തല്ലും തലോടലും കൊടുത്ത് വളർത്താത്തതുകൊണ്ടാണ്. ഒന്നിൽ തല്ല് മാത്രം കൊടുക്കും, വലിയ കുഴപ്പമാണ്. നമ്മളൊരു കുട്ടിയെ ഒരടി അടിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് 10 മിനിറ്റ് നമ്മൾ കളിക്കാൻ തയ്യാറാണ് അവൻ്റെ കൂടെ. ഈ രണ്ടാമത്തെ ആര് ചെയ്യുന്നുണ്ടെന്നുള്ള ചോദ്യം. സമയമില്ല, അടിക്കാൻ സമയമുണ്ട്. അവനത് ഹീൽ ചെയ്യണം, എന്നാലേ വീട്ടുകാരുടെ സ്നേഹം വരുത്തും. ബോധപൂർവം ക്വാളിറ്റി ടൈംസ് ഉണ്ടാവുന്നില്ല. കുട്ടികൾ മുന്നിൽ കിട്ടുമ്പോൾ വല്ലപ്പോഴും കിട്ടുന്നത്, എല്ലാവരും തിരക്കിലാണ്. ആ കിട്ടുന്ന സമയത്ത് അവൻ്റെ കുറ്റം പറയും. എപ്പോഴും ഈ കുറ്റം പറയാനുള്ളൂ. ഇപ്പോഴും നിന്നെ ഫുഡിന്റെ മുന്നിൽ എന്നെ കിട്ടുന്നുള്ളൂ, അല്ലാത്ത പിന്നെ കിട്ടുന്നില്ല, പിന്നെ ഇപ്പൊ പറയും. അല്ലാത്തപ്പോൾ സമയം കണ്ടുപിടിക്കണം. അത് വലുതായി കഴിഞ്ഞാൽ അപ്പോൾ പറ്റത്തില്ല. നമ്മൾ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളെ അങ്ങേയറ്റം സ്നേഹിക്കാൻ, അവരുമായിട്ട് ടൂറ് പോവാം, അവരുമായിട്ട് ഒന്നിച്ച് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയും എൻജോയ് ചെയ്യുകയും ചെയ്യാനും ഒന്നിച്ചുള്ള ക്വാളിറ്റി ടൈംസിന് എടുത്തു പറയുന്ന കാര്യമില്ല. ക്വാളിറ്റി ടൈംസ് കൊടുക്കാൻ തയ്യാറാണ്. പണം ഉണ്ടാക്കാനും മറ്റു പല കാര്യങ്ങളും എത്രപ്പാടിൽ ഓടുമായിരിക്കും, തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും മൊബൈലിൽ കളിച്ച് 1 മണിക്കൂർ നമുക്ക് കളയാൻ സമയമുണ്ട്. പക്ഷേ കുട്ടിയുടെ കൂടെ 1 മണിക്കൂർ, അരമണിക്കൂർ സംസാരിക്കാനും കളിക്കാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള സമയം ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കണം. ഇത് തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല. എഫർട്ട് ഇട്ടിട്ട്, സമയം മാറ്റി വെച്ചിട്ട്, അത്ര നേരത്തെ പൈസ വേണ്ട, അല്ല അത്ര നേരത്തെ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട്, ആ കുട്ടിക്ക് താല്പര്യം കാണത്തില്ല, വീഡിയോ ഗെയിമിൽ മൊബൈലും ആയിരിക്കും. പക്ഷെ 10 മിനിറ്റ് അതൊക്കെ മാറ്റി വെച്ചിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനും അവരുമായിട്ട് കുറച്ചു നേരം കളിക്കാനും, അല്ലെ അവരുമായിട്ട്, കൊച്ചുകുട്ടികളാണെങ്കിൽ അവരുമായിട്ട് കളിക്കുക, വലിയവരാണെങ്കിൽ അവരുമായിട്ട് തമാശകൾ പറയുക, ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഇടപെടാൻ നമുക്ക് സാധിക്കണം. സ്ഥാനമാനങ്ങൾ പലപ്പോഴും ഇതിനകത്ത് പ്രശ്നം വരുന്നുണ്ട്. സ്ഥാനമാനങ്ങളുള്ള ഒരു കുടുംബം ഫാക്ടറിയായി മാറുന്നു. പൈസ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ഫാക്ടറി പോലെ ആവുന്നു. അച്ഛൻ മാനേജിങ് ഡയറക്ടർ, അമ്മ സീനിയർ സൂപ്പർവൈസർ, കുട്ടികൾ സെയിൽസ് എക്സിക്യൂട്ടീവ്, അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഈ സെക്യൂരിറ്റി പോലുള്ള ജോലികൾ ചെയ്യുന്നു. അങ്ങനെ ഒരു സ്ഥാപനമായിട്ട് വീട് മാറുന്നില്ലേ എന്ന് നമുക്ക് പലപ്പോഴും ആലോചിക്കണം. ഫോറിനേഴ്സുമായിട്ടുള്ള വ്യത്യാസം അതാണ്. അവിടെ എല്ലാവരും യു എന്ന് പറയും, ഒരേ റെസ്പെക്റ്റീവ് എല്ലാവരും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥാനങ്ങൾ വരുമ്പോൾ അവിടെ ഫാക്ടറിയായി മാറുമ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടി തൊഴിലാളികൾ സമരം ചെയ്യും. തൊഴിലാളികൾ ഒരിക്കലും അവരുടെ കടമകളെ കുറിച്ച് പറയാനില്ല. ബംഗാളി ഒരു ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഞാൻ ചെയ്യേണ്ടതാണെന്ന് പറയത്തില്ല. എനിക്ക് ഇത്ര രൂപ പോകുമ്പോൾ തരണം എന്ന് പറയും, അവകാശത്തെ രൂപ. മുതലാളി ഒരിക്കലും അവകാശത്തെക്കുറിച്ച്, തൊഴിലാളികളുടെ അവകാശത്തെക്കുറിച്ച് പറയത്തില്ല. ഞാൻ ഇത്ര രൂപ നിനക്ക് തരണം എന്ന് പറയത്തില്ല, നീ ഇന്നൊക്കെ ചെയ്യണം എന്ന് പറയും. തൻ്റെ കടമയാണെന്ന് പറയും. ഈ കടമയെ അവകാശ തർക്കങ്ങളെ സ്ഥാനമാനങ്ങളുള്ളപ്പോൾ വരത്തുള്ളൂ. അച്ഛൻ നിലയിൽ എൻ്റെ കടമയാണിതെന്ന് പറയത്തില്ല, എൻ്റെ അവകാശമാണ്, നീ എന്നെ റെസ്പെക്ട് ചെയ്യേണ്ടെന്ന് പറയും. എൻ്റെ അവകാശമാണത്, എൻ്റെ കടമകൾ ഞാൻ പറയത്തില്ല. കുട്ടിയും തിരിച്ചും പറയത്തില്ല. കുട്ടി എന്നുള്ളതിൽ എൻ്റെ കടമയാണ് ഇതൊക്കെ ഒന്നും കുട്ടി ഒരിക്കലും പറയത്തില്ല. എനിക്ക് കുട്ടി എന്നുള്ളതിൽ കിട്ടേണ്ട അവകാശമാണ്. അപ്പൊ എൻ്റെ അച്ഛൻ ഭക്ഷണം പോലും കഴിക്കാതെ ബുദ്ധിമുട്ടി എനിക്കൊരു ഷൂ വാങ്ങിച്ചു തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ആ അച്ഛൻ്റെ ബുദ്ധിമുട്ട് ഞാൻ കാണത്തില്ല. അത് നിങ്ങളുടെ കടമയല്ലേ, ഒറ്റ വാക്കിൽ പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്ന വ്യക്തിയെ കാണാൻ പറ്റത്തില്ല. ഈ കടമയും അവകാശങ്ങളും തമ്മിലുള്ള വടംവലി മാത്രമേ ഒരു വീട്ടിലുണ്ടാവത്തുള്ളൂ. അപ്പൊ ഒരു വീട്ടിൽ ഈ സ്ഥാനങ്ങൾ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു ഭാരതീയ സമൂഹത്തിൽ നിന്ന്. അതുകൊണ്ടൊരു കുഴപ്പം വരാൻ പോകുന്നില്ല. നമ്മുടെ വിചാരം കുടുംബം തകർന്നു പോവോ? ഇല്ല, പോത്തില്ല, കുടുംബം ബെറ്റർ ആവത്തേ ഉള്ളൂ. ഈ സ്ഥാനങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് വ്യക്തികളായിട്ട് കാണാൻ തുടങ്ങുമ്പോൾ അച്ഛൻ്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാവും. എൻ്റെ ഒരു സുഹൃത്താണെങ്കിൽ ഞാൻ മനസ്സിലാക്കില്ലേ, ഒരു ഹോസ്റ്റലിൽ ഒരു 4 കൂട്ടുകാർ ഒന്നിച്ച് കഴിയുന്നോട്ടൊരു വീട്ടിലെ 4 അംഗങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഓഫ്കോഴ്സ് അവിടെ ഉണ്ടാവും, പൈസ വരുന്നുണ്ട്, ഒരു സ്ട്രിക്ട്നെസ്സും ഒരു ശ്രദ്ധയും ഒക്കെ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ സ്ഥാനങ്ങളോ അതൊക്കെ കുറച്ചുണ്ടാവും, അത് വേണം താൻ. പക്ഷേ ഇതിൻ്റെ ആ കാഠിന്യം കുറച്ചിട്ട് വ്യക്തികളായിട്ട് കാണാൻ പരിശീലിപ്പിക്കുക ചെറുപ്പം മുതലേ. അതിന് അച്ഛനമ്മമാര് എഫർട്ട് ഇടണം. എനിക്കിതൊന്നും അറിയത്തില്ല എന്ന് എളുപ്പമുണ്ട്. പക്ഷെ കുറച്ച് മെനക്കെട്ടിട്ട് നമ്മൾ ആ കുട്ടിയോട് ഒരു തെറ്റ് ചെയ്താൽ സോറി പറയുന്ന എത്ര അച്ഛനമ്മമാരുണ്ട്. സോറി പറഞ്ഞിട്ട് ആ കുട്ടിയോട്, അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊരു കുട്ടിയെ ശിക്ഷിക്കുന്നുണ്ടോ? ശിക്ഷിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് കളിക്കുമോ? അവന് സന്തോഷം കൊടുക്കുന്ന എന്തെങ്കിലും തല്ലും തലോടലെന്ന് പറയും. ഇത് വരുമ്പോൾ ഈ തെറ്റ് എന്തിനാണ് ചെയ്താൽ തെറ്റ് തിരിച്ചടി ഉണ്ടെന്ന് മനസ്സിലായി നമ്മളോട് ആ ദേഷ്യമില്ല, ഇല്ല വെറുപ്പ്, ഇതെല്ലാം കൂടെ കിടന്നിട്ട് കുറച്ച് പ്രായമാവുന്ന അനുസരിച്ചിട്ട് അവൻ റിബലായിട്ട് വരികയും വെളിയിൽ ആൾക്കാർ സ്നേഹം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ടെററിസ്റ്റ് മറ്റു ഗാങ്ങുകളിലും അല്ലെ കഞ്ചാവ് അടിക്കുന്ന പിന്നെ കൂട്ടുകാരാണല്ല, വീട്ടുകാരെ വേണ്ട. അവിടെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവനൊന്നും കേൾക്കണ്ട. ഇപ്പൊ ചെറുപ്പത്തിലെ തന്നെ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവർക്ക് ബോധമുണ്ടാക്കാനുള്ള വിദ്യാഭ്യാസം നൽകണം. ഈ ട്രെയിനിങ് നമ്മൾ കൊടുത്ത് ചെറുപ്പം മുതലേ എഫക്റ്റീവ് പേരൻറ്റിങ് എന്ന് പറയുന്നത് ഒരിക്കലും അവരെ ഓവർ പൊന്നായിരിക്കുന്നതല്ല. ഈ തല്ലും തലോടിലൂടെയും നല്ല ഒരു സ്നേഹബന്ധം ഉണ്ടാക്കുന്ന ഒരു കുട്ടിയും വഴിവഴിച്ചു കൊടുത്തിട്ട് മറ്റൊരാളെക്കുറിച്ച് പരിഗണന ഉള്ളവരായിട്ട് വളർത്തണം. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തത്?
ഒരു ശിക്ഷ കൊടുത്താൽ അത് ഇന്നത് കൊണ്ടാണ് അപ്പൊ അവിടെ ഒരുപാട് ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം ആ ശിക്ഷ കൂടിപ്പോവും. അമ്മയായിട്ട് തലേന്ന് വഴക്കിട്ട അച്ഛൻ ഈ കുഞ്ഞ് ഇയാളുടെ ഈ നെഗറ്റീവ്സ് എവിടെങ്കിലും ഒഴുക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കുക, അവരെ അടിക്കാൻ പറ്റത്തില്ല, പ്രശ്നമാവും. അപ്പോഴാണ് കൊച്ചു കാർട്ടൂൺ നെറ്റ്വർക്കാണ് കൊച്ചിനെ പിടിച്ചിട്ട് ഒരടി കൊച്ചിനെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ മതി, പക്ഷെ അവിടെ പിടിച്ച് 4 അടി കൊടുക്കുമ്പോൾ ഇത് കൂടിപ്പോവും. അപ്പൊ ഇത് എനർജി ബാങ്ക് അക്കൗണ്ട് പോലെ ഒട്ടും ഇത് ചെയ്യുന്നില്ല, അവിടുന്ന് ഇവിടെ കുറവ് വരും. ഇതെല്ലാം കൂടെ ചേർത്താണ് പ്രായമാകുമ്പോൾ ഈ റിബലായിട്ട് വരുന്നത്, നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥയിലേക്ക് വരുന്നത്.